السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا إلهنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖിനാൽ വെള്ളിയാഴ്ചകളിൽ നമ്മൾ നടത്തിവരാറുള്ള അഖീദ പഠനത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ തൗഹീദ് അത് പഠിപ്പിക്കുന്ന വിശ്വപ്രസിദ്ധമായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹം രചിച്ചിട്ടുള്ള കിതാബു തൗഹീദ് എന്ന മഹത്തായ ഗ്രന്ഥത്തിൻ്റെ പഠനം ആരംഭിക്കുന്നതിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തിയാകുവോളം ഇന്നീ സദസ്സിൽ നിറഞ്ഞു കാണുന്ന ഈ സാന്നിധ്യം ഇതിൻ്റെ അവസാനം വരെ ഉണ്ടാകാൻ, അത് നിലനിർത്താൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഞാൻ തേടുകയാണ്. വഫഖന അല്ലാഹു വഇയ്യാകും ബിമാ യുഹിബ്ബു വയർളാ. സഹോദരങ്ങളെ, കിതാബു തൗഹീദ് എന്ന മഹത്തായ ഗ്രന്ഥം ആധുനിക കാലഘട്ടത്തിൽ വിരചിതമായ തൗഹീദ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിത്തറയാകുന്ന തൗഹീദ്, അത് പഠിപ്പിക്കാൻ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ സമാനതകളില്ലാത്ത, തുല്യതകളില്ലാത്ത ഗ്രന്ഥമാണ്. ഇതിനു മുമ്പോ അതിനു ശേഷമോ ഇന്നുവരെ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തൗഹീദ്, പ്രത്യേകിച്ച് തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് വകവെച്ചു കൊടുക്കണമെന്ന തൗഹീദിൻ്റെ അടിസ്ഥാന പാഠം പഠിപ്പിക്കുന്ന ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഇതിനേക്കാൾ ഫലവത്തായ, അമൂല്യമായ മറ്റൊരു ഗ്രന്ഥവുമില്ല എന്ന് പണ്ഡിത ലോകം ഈ ഗ്രന്ഥത്തെക്കുറിച്ച് വിലയിരുത്തിയിരിക്കുന്നു. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം, ഇമാമുദ് ദഅവ, ഇമാമുൽ മുജദ്ദിദ്, അൽ ഇമാമുൽ മുബജ്ജൽ എന്നെല്ലാം സ്ഥാനപ്പേര് നൽകപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹീതമായ ഗ്രന്ഥമാണിത്. അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ ഭൂലോകത്തെ സകല ഭൂഖണ്ഡങ്ങളിലും, കിഴക്കും പടിഞ്ഞാറും ആഫ്രിക്കയിലും യൂറോപ്പിലും, ഇത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ താനൂരിലെ ഈ മസ്ജിദിലും നമ്മൾ ഈ ഗ്രന്ഥം പഠിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പണ്ഡിതൻ്റെ ഇഖ്ലാസിന് നൽകിയ സ്വീകാര്യതയുടെ അനന്തരഫലമാണിത്. അത്രമേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിൽ സ്വീകാര്യത നൽകിയ മഹത്തായ ഗ്രന്ഥമാണിത്. ഏതൊരു ഗ്രന്ഥവും പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് ആ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചും ആ ഗ്രന്ഥത്തെക്കുറിച്ചും സാമാന്യം അറിഞ്ഞിരിക്കുക എന്നുള്ളത് പഠിതാക്കൾക്ക് അവർ നിർവഹിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട അദബുകളിൽപ്പെട്ടതാണ്. അതല്ലെങ്കിൽ അവർ ആ ഗ്രന്ഥവുമായും ഗ്രന്ഥകാരനുമായും ഉണ്ടാകേണ്ടുന്ന അടുപ്പവും അതിൻ്റെ പ്രയോജനവും പൂർണ്ണമാകാൻ അവരെ സഹായിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെക്കുറിച്ച് അല്പം ഞാൻ പറയട്ടെ. ഹിജ്റ 1115, ഏകദേശം 300-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ സൗദി അറേബ്യയിലെ റിയാദിൻ്റെ റീജിയനായിട്ടുള്ള, റിയാദ് റീജിയനിൽപ്പെട്ടിട്ടുള്ള ഉയൈനയിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം അബു അലി
മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് ഇബ്ൻ സുലൈമാൻ ഇബ്ൻ അലി അൽ മുഷറഫ് അത്തമീമി അന്നജ്ദി. ആലു മുഷറഫ് എന്ന കുടുംബത്തിലെ ബനൂ തമീം ഗോത്രത്തിലെ സുലൈമാനിന്റെ മകൻ അബ്ദുൽ വഹാബിന്റെ മകൻ മുഹമ്മദ് അബു അലി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം. അദ്ദേഹം പാണ്ഡിത്യം കൊണ്ടും ദീനിന്റെ അറിവ് കൊണ്ടും അറിയപ്പെട്ട മഹത്തായ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ നാട്ടിലെ ഖാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാമഹൻ ആ നാട്ടിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. ഇങ്ങനെ ദീനിന്റെ വിജ്ഞാനത്തിന്റെ പാരമ്പര്യമുള്ള കുടുംബത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹം ജന്മം കൊണ്ടത്. 10 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹം ഖുർആൻ ഹൃദിസ്ഥമാക്കുകയുണ്ടായി. സ്വന്തം മെനക്കെട്ട് സ്വയം അദ്ദേഹം പരിശ്രമിച്ച് 10 വയസ്സിന് മുമ്പ് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാമഹന്മാരിൽ ഇല്യാസ് ബിൻ മുദർ എന്ന് പറയുന്ന പിതാമഹനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ ഒരാളാണ് ഇല്യാസ് ബിൻ മുദർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയുമായി ഇല്യാസ് ബിൻ മുദർ ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല കുടുംബത്തെ കണ്ണി ചേർക്കുന്നു. മാത്രവുമല്ല, ഞാൻ പറഞ്ഞു അദ്ദേഹം ബനൂ തമീം ഗോത്രക്കാരനായിരുന്നു. ബനൂ തമീം ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പുകഴ്ത്തിയ ഗോത്രമായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ലാ അസാലു ഉഹിബ്ബു ബനി തമീം മിൻ സലാസിൻ സമിഅ്തുഹുന്ന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ട 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബനൂ തമീം ഗോത്രക്കാരെ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് അവരോട് പ്രിയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ കേട്ട 3 കാര്യങ്ങളാണ് അതിന് എന്നെ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി ബനൂ തമീം ഗോത്രത്തിന്റെ മഹത്വത്തെപ്പറ്റി. ഹും അശദ്ദു ഉമ്മത്തി അല ദജ്ജാൽ. ദജ്ജാലിന്റെ ഫിത്ന രംഗപ്രവേശം ചെയ്യുമ്പോൾ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ദജ്ജാലിനെതിരെ ശക്തമായി നിലകൊള്ളുന്നവർ ബനൂ തമീം ഗോത്രക്കാരായിരിക്കും. ബനൂ തമീം ഗോത്രക്കാരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, ബനൂ തമീം ഗോത്രത്തിൽ നിന്നുള്ള സ്വതക്കയുടെ സക്കാത്തിന്റെ വിഹിതം ഉമ്മത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഹാദിഹി സ്വദഖാതു ഖൗമിന. ഇതെന്റെ സമൂഹത്തിന്റെ സ്വതക്കയാണ്, നിങ്ങൾ വിതരണം ചെയ്യൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ സമൂഹം, എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ ഗോത്രമായിരുന്നു ബനൂ തമീം ഗോത്രം. മൂന്നാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഒരു യുദ്ധത്തിൽ തടവുകാരിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ടവരാണവർ. അവർ ആയിഷ ബീവിയുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറഞ്ഞു, അത്ഖീഹാ ഫഇന്നഹാ മിൻ വലദി ഇസ്മാഈൽ. അവരെ മോചിപ്പിക്കണം, അവർ ഇസ്മായിൽ സന്തതികളിൽപ്പെട്ടവളാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽ സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ്. അവളെ മോചിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ 3 കാരണങ്ങളാൽ ബനൂ തമീം സമൂഹത്തെ, ഗോത്രത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സഹോദരങ്ങളെ, ഈ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ഞാൻ പറഞ്ഞു, അദ്ദേഹം 10 വയസ്സ് പ്രായം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ സ്വന്തം പരിശ്രമത്താൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ കലാം പൂർണ്ണമായും അദ്ദേഹം ഹൃദിസ്ഥമാക്കുകയുണ്ടായി. ചരിത്രത്തിൽ പറയപ്പെടുന്നു, ആധികാരികമായ അദ്ദേഹത്തിൻ്റെ ചരിത്ര രേഖകളിൽ പറയപ്പെടുന്നു,
ഇസ്ലാമിൻ്റെ അയിമ്മത്തുകൾ, ഉലമാക്കൾ, അവരുടെ ചരിത്രം ഒരു പുഴുക്കുത്തിനും വകയില്ലാതെ അവരുടെ ജീവിതത്തിൽ ഓരോ ശകലങ്ങളും രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണാം. അപ്രകാരം ഇദ്ദേഹത്തിന് 12ാമത്തെ വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് അദ്ദേഹം പ്രായപൂർത്തിയായി എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് 12 വയസ്സിൽ അദ്ദേഹത്തിന് പ്രായപൂർത്തിയായത് കാണുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മസ്ജിദിൽ അദ്ദേഹത്തെ ഇമാമായി നിശ്ചയിക്കുകയും ചെയ്തു. ആളുകൾക്ക് ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് നിശ്ചയിച്ചു 12ാമത്തെ വയസ്സിൽ. അതേ വയസ്സിൽ തന്നെ, ഇത് കേട്ടാൽ ചിലപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ പരിഷ്കാരികൾക്ക് ദഹിക്കാതെ പോകും ചിലപ്പോൾ ഈ വാചകം. അതേ വയസ്സിൽ 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് വിവാഹം കഴിപ്പിച്ചു. അദ്ദേഹം 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബുലൂഗത്തി എന്ന് തൻ്റെ പിതാവ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു. 13ാമത്തെ വയസ്സിൽ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായി ഹജ്ജ് നിർവഹിച്ചു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ അനിഷേധ്യമായി രേഖപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ വകാന ഹാദുൽ ഫഹം വഖാദു ദിഹൻ സകിയുൽ ഖൽബ് സരീഉൽ ഹിഫ്ദ്. അദ്ദേഹത്തെ പറ്റി പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: നല്ല ഗ്രാഹ്യശേഷിയുള്ള, ബുദ്ധികൂർമ്മതയുള്ള, ഗഹനശക്തിയുള്ള, എളുപ്പത്തിൽ വേഗത്തിൽ മനഃപ്പാടമാക്കാൻ കഴിവുള്ള, നല്ല സ്വഭാവ ഗുണങ്ങളും പെരുമാറ്റ മര്യാദകളുമില്ല, ആ പ്രായത്തിൽ മറ്റു കുട്ടികൾക്കില്ലാത്ത വിധം പക്വതയും ദീനിയായ വളർച്ചയുമുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച മഹാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാമഹന്റെ അറിയപ്പെട്ടൊരു വലിയ ഗ്രന്ഥശേഖരങ്ങൾ അടങ്ങുന്ന ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഹദീസിൻ്റെയും തഫ്സീറിൻ്റെയും ഫിഖഹിൻ്റെയും അതുപോലെ തന്നെ തൗഹീദിൻ്റെ പാഠങ്ങളുമെല്ലാം അറിയിക്കുന്ന ഗ്രന്ഥങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വായിച്ചു തുടങ്ങി. തൻ്റെ പിതാവ് പണ്ഡിതനായിരുന്ന, ആ നാട്ടിലെ ഖാദിയായിരുന്ന തൻ്റെ പിതാവിനെ പോലും അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ വൈജ്ഞാനികമായ നിലവാരത്തിലേക്ക് എത്തി. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പിതാവ് തൻ്റെ മകനെക്കുറിച്ച് പറയുകയാണ്: ലഖദ് ഇസ്തഫത്തു മിൻ വലദി മുഹമ്മദ് ഫവായിദ മിനൽ അഹ്കാം. ഖാദിയായിരുന്നു അദ്ദേഹം, ആ നാട്ടിലെ ഖാദിയായിരുന്നു. എൻ്റെ മകൻ മുഹമ്മദിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധിവിലക്കുകളിൽ നിന്ന് ധാരാളം പ്രയോജനങ്ങൾ, പാഠങ്ങൾ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി എന്ന് അദ്ദേഹം തൻ്റെ മകനെക്കുറിച്ച് പുകഴ്ത്തുകയാണ്. ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ദീനി പഠനത്തിനും ഗണനത്തിനും അതുപോലെ തന്നെ അതാലോചിക്കാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും അദ്ദേഹം മാറിയിരുന്നു എന്നാണ്. പിന്നീട് അങ്ങോട്ട് ചരിത്രത്തിൽ കാണാം, നീണ്ട വർഷങ്ങൾ തൻ്റെ പിതാവിൽ നിന്നും പിതാമഹനിൽ നിന്നും അതുപോലെ തന്നെ വേറൊരു പണ്ഡിതനായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ പഠിച്ച, ശിഷ്യത്വം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ അമ്മാവനായിരുന്ന മറ്റൊരു ഷെയ്ഖ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്നെല്ലാം പഠിച്ചു. അദ്ദേഹം പഠനം അവിടെ അവസാനിപ്പിച്ചില്ല. ഇൽമിൻ്റെ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചു, പഠനം അവസാനിപ്പിച്ചില്ല. പിന്നീട് പതിറ്റാണ്ടുകൾ നീണ്ട, 10 വർഷത്തിലേറെ നീണ്ട, 12 13 വർഷത്തിലേറെ നീണ്ട മക്കയിലേക്കും മദീനയിലേക്കും അഹ്സായിലേക്കും ഇറാഖിലേക്കും ബസറയിലേക്കും ഷാമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലേക്കും നീണ്ട വൈജ്ഞാനിക യാത്രകൾ, ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ അദ്ദേഹം നടത്തുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വ്യത്യസ്ത നാടുകളിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള പണ്ഡിതരിൽ നിന്ന് അറിവുകൾ ശേഖരിച്ച് ദീനിൻ്റെ അടിത്തറ പാകി അദ്ദേഹം തൻ്റെ നാടായ ഉയൈനയിലേക്ക് തിരിച്ചു വന്നു എന്നാണ്. അവിടുന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധന ജീവിതമാണ് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ, അദ്ദേഹം തിരിച്ചു പോകുമ്പോഴുണ്ടായിരുന്ന നാടല്ല, ബിദ്അത്തുകളും ഖുറാഫാത്തുകളും അന്ധവിശ്വാസങ്ങളും ശിർക്കും നിറഞ്ഞു കവിഞ്ഞ പരിതസ്ഥിതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടും പ്രദേശങ്ങളും. അദ്ദേഹം ആളുകളെ സംശുദ്ധമായ ഇസ്ലാമിൻ്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുലേക്ക് ക്ഷണിച്ചു. നാട്ടുകാർ ശത്രുക്കളായി. പല ഭരണാധികാരികളും അദ്ദേഹത്തിനെ പിടികൂടാൻ വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഇന്നത്തെ സൗദി അറേബ്യയിലെ പല ഭാഗത്തേക്കും പലായനം ചെയ്തു. സംരക്ഷണം തേടി പലയിടത്തേക്കും അദ്ദേഹത്തിന് ഓടിപ്പോകേണ്ടി വന്നു. അങ്ങനെ മുഹമ്മദ് ബിൻ സഊദ് എന്ന് പറയുന്ന അന്നത്തെ കാലത്തെ ദറഈയയുടെ ഭരണാധികാരി, അമീർ, അദ്ദേഹത്തിൻ്റെ പ്രവിശ്യയിൽ അദ്ദേഹം എത്തിപ്പെട്ടു. ആ നാട്ടിലെ ചില ആളുകൾ, അദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ,
ആ ഭരണാധികാരിയോട് ഷെയ്ഖിനെ പറ്റി പറയാൻ വേണ്ടി താല്പര്യപ്പെട്ടു. പക്ഷേ ആ നാട്ടിലെ അദ്ദേഹത്തിന്റെ ശത്രുക്കളുടെ സ്വാധീനം കാരണം മുഹമ്മദ് ബിൻ സഊദ് അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുമോ എന്നവർ പേടിച്ചു. അങ്ങനെ അവർ മുഹമ്മദ് ബിൻ സഊദ് എന്ന ഭരണാധികാരിയുടെ ഭാര്യ, അവർ ദീനിയായ അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു, അവരോട് കാര്യം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സഊദിന്റെ സഹോദരനായ ഒരാളോടും കാര്യം അവതരിപ്പിച്ചു. ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞു. ഷെയ്ഖിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക നിലവാരവും അദ്ദേഹത്തിന്റെ ദഅവത്തിന്റെ രീതിശാസ്ത്രവും അമ്പിയാക്കളിലേക്കും മുർസലിങ്ങളിലേക്കുമാണ് അദ്ദേഹം ക്ഷണിക്കുന്നത്, അദ്ദേഹം പുതുതായി ഒന്നും കൊണ്ടുവരുന്നില്ല എന്നിങ്ങനെ അദ്ദേഹത്തെ പറ്റി അറിയിക്കുകയുണ്ടായി. ആ മഹിളാരത്നം തൻ്റെ ഭർത്താവായ മുഹമ്മദ് ബിൻ സഊദിനോട് കാര്യം പറഞ്ഞു. ആ സംസാരമാണ് പിന്നീട് മുഹമ്മദ് ബിൻ സഊദിന്റെ കീഴിൽ സാക്ഷാൽ ഇന്നത്തെ അൽ മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ, സൗദി അറേബ്യ എന്ന തൗഹീദിന്റെ രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന്റെ അടിത്തറ. സുബ്ഹാനല്ലാഹ്, ആ സ്ത്രീ ഒരു സ്ത്രീയുടെ വാചകമാണ്. ഒരുപക്ഷെ മുഹമ്മദ് ബിൻ സഊദ് അദ്ദേഹത്തിന്റെ അധികാരം കൊണ്ട്, ഭരണം കൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് തണൽ വിരിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഭൂലോകത്ത് ശിർക്കിന്റെ യാതൊരു പുൽക്കൊടി പോലുമില്ലാത്ത തൗഹീദിന്റെ വാചകം ഉല്ലേഖനം ചെയ്യപ്പെട്ട സൗദി അറേബ്യ, ഇരു ഹറമുകൾ മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ തൗഹീദി രാഷ്ട്രം ഉണ്ടാകില്ലായിരുന്നു. എന്താണ് ആ സ്ത്രീ അവരുടെ ഭർത്താവിനോട് പറഞ്ഞത്? ഹാദർ റജുലു സാഖഹു അല്ലാഹു ഇലൈ, ഈ മനുഷ്യൻ അള്ളാഹു താങ്കളിലേക്ക് പറഞ്ഞയച്ച മഹാനായ മനുഷ്യനാണ്. വഹുവ ഗനീമത്തുൻ ഫഖ്തൻ മിമ്മാ ഖസ്സക അല്ലാഹു ബിഹി, അമൂല്യമായ നിധിയാണ് അദ്ദേഹം, താങ്കൾക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ നിധി, അതുകൊണ്ട് അദ്ദേഹത്തെ മുതലെടുക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ് നമ്മൾ ഓർക്കണം. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅതി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ 100 വർഷത്തിന്റെയും തുടക്കത്തിൽ, ആ 100 വർഷത്തിൽ ജനങ്ങളുടെ ദീനിനെ നവോന്മേഷം പകരുന്ന, അവരെ ദീനിനെതിരായ അന്ധകാരത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ശരിയായ ദീനിലേക്ക് വഴി നടത്തുന്ന പരിഷ്കർത്താക്കളെ അള്ളാഹു നിയോഗിക്കും. അമ്പിയാക്കൾക്ക് ശേഷം ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു നടത്തുന്ന അമ്പിയാക്കൾക്ക് ശേഷമുള്ള അവന്റെ ദീനിന്റെ പ്രബോധനത്തിന്റെ നടപടിക്രമമാണ്. സ്വഹീഹായ ഹദീസാണിത്. സുനൻ അബൂ ദാവൂദിൽ സ്ഥിരപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ്. പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ ഒന്നടങ്കം പറയുന്നു, 12ാം നൂറ്റാണ്ടിലെ അള്ളാഹു നിയോഗിച്ച മുജദ്ദിദായിരുന്നു മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് അൽ ഇമാമുൽ മുജദ്ദിദ്. ആ രൂപത്തിൽ അദ്ദേഹത്തെ വിനിയോഗിക്കണമെന്ന് മുഹമ്മദ് ബിൻ സഊദിന്റെ ഭാര്യ തന്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം അത് സ്വീകരിച്ചു. അങ്ങനെ ഷെയ്ഖുമായി അദ്ദേഹം സംവദിച്ചു, കൂടിക്കാഴ്ച നടത്തി. അവർ രണ്ടുപേരും നടത്തിയ സംസാരം ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടു. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയോട് പറയുകയാണ്, അബ്ശിർ ബി ബിലാദിൻ ഖൈരിൻ മിൻ ബിലാദിക് വബിൽ ഇസ്സി വൽ മൻഅ. താങ്കൾ സന്തോഷിക്കുക, താങ്കളെ പുറത്താക്കപ്പെട്ട നാടുകളെക്കാൾ പ്രതാപവും അന്തസ്സും ശക്തിയുമുള്ള നാടാണിത്. താങ്കൾക്ക് എല്ലാവിധ പിന്തുണയും ഞാനിതാ പ്രഖ്യാപിക്കുന്നു. അബ്ശിർ, താങ്കൾ സന്തോഷിക്കുക. ഷെയ്ഖിന്റെ മറുപടി, വാന ഉബശ്ശിറുക ബിൽ ഇസ്സി വത്തംകീനി വന്നസ്റിൽ മുബീൻ. ഞാനും ഇതാ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള പ്രതാപവും ഭൂമിയിൽ നിങ്ങളുടെ രാജ്യത്തിനുള്ള സ്വാധീനവും അല്ലാഹുവിൽ നിന്നുള്ള വ്യക്തമായ വിജയവും നിങ്ങൾക്ക് വന്നെത്തും. വഹാദിഹി കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുക? നിങ്ങളുടെ അധികാരം പ്രവിശാലമാകണമോ? നിങ്ങൾക്ക് ലഭിച്ച ആധിപത്യത്തിൽ നിങ്ങൾ പ്രതാപമുള്ളവനാകണമോ? നിങ്ങൾക്ക് ജനങ്ങൾക്ക് മുകളിൽ അല്ലാഹുവിൽ നിന്നുള്ള വിജയം ലഭിക്കണമോ? വഹാദിഹി കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ, തൗഹീദിന്റെ കലിമത്ത്, സ്വർഗത്തിന്റെ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാ മൻ തമസ്സക ബിഹാ വഅമില ബിഹാ വനസറഹ. ആരാണോ ഈ കലിമത്തു തൗഹീദിനെ മുറുകെ പിടിക്കുന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉന്നതിയിലാകാൻ വേണ്ടി അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നത്, തൗഹീദിനെ സാക്ഷാത്കരിക്കുന്നത്, മലക ബിഹൽ ബിലാദ് വൽ ഇബാദ്. അദ്ദേഹം ആ മരണാധികാരിയെ ധൈര്യത്തോടെ ഉപദേശിക്കുകയാണ്.
നിങ്ങൾക്ക് രാജ്യവും രാജ്യത്തെ ഭരണീയരും കീഴൊതുങ്ങും. ഇബാദുകളും ബിലാദുകളും നിങ്ങളുടെ കാൽ കീഴിൽ വരും. മനുഷ്യ ഹൃദയങ്ങൾ നിങ്ങൾക്ക് സമർപ്പിതരാകും. അതുപോലെ തന്നെ രാജ്യാതിർത്തികൾ നിങ്ങളുടെ അധികാര പരിധിയിൽ വരും. വഹിയ കലിമത്തു തൗഹീദ്, തൗഹീദിന്റെ വാചകമാണത്. വഅവ്വലു മാ ദഅത് ഇലൈഹി അർറുസുലു മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം, സകല അമ്പിയാക്കളും ആദ്യം മുതൽ അവസാനം വരെ അവരെ സമൂഹത്തെ ക്ഷണിച്ച വാക്ക്. വഅൻത തറാ നജ്ദൻ വഅഖ്താറഹാ അത്ബഖത് അല ശിർകി വൽ ജഹ്ലി വൽ ഫിർഖതി വഖിതാലി ബഅദിഹിം ബഅളാ. എന്നിട്ട് അദ്ദേഹം ആ കാലഘട്ടത്തിലെ സൗദി അറേബ്യയുടെ ചിത്രം, സാംസ്കാരികവും മതപരവുമായ അതിൻ്റെ പശ്ചാത്തലം മുഹമ്മദ് ബിൻ സഊദിനെ ഓർമ്മപ്പെടുത്തുകയാണ്. താങ്കൾക്കറിയാം, ഇന്നിതാ നജ്ദും സൗദി അറേബ്യയും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളും ശിർക്കിലും അന്ധകാരത്തിലും അതുപോലെ തന്നെ അജ്ഞതയിലും ഛിദ്രതയിലും ആളുകൾ പരസ്പരം കൊന്നവശേഷിപ്പിക്കുന്ന കൊലവെറിയിലും യുദ്ധത്തിലുമായി രക്തം ചിന്തലുമായി കലുഷിതമാണ്. അന്നത്തെ സൗദി അറേബ്യയുടെ അവസ്ഥയാണ്. 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സൗദി അറേബ്യയുടെ അവസ്ഥ താങ്കൾക്കറിയാം. ഫഅർജു അൻ തകൂന ഇമാമൻ യജ്തമിഉ അലൈഹിൽ മുസ്ലിമൂന വദുർരിയതുക മിൻ ബഅദി. താങ്കളെ ഈ മഹത്തായ രാജ്യത്തിന്റെ ഇമാമായി, ഭരണാധികാരിയായി, തൗഹീദിന്റെ കാവലാളായി താങ്കൾക്ക് ചുറ്റും മുസ്ലിമീങ്ങൾ സംഘടിക്കുന്ന, താങ്കളുടെ ഭാവി തലമുറകൾ സംഘടിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം, നമുക്ക് പ്രത്യാശിക്കാം, പണിയെടുക്കാം. സുബ്ഹാനല്ലാഹ്. ഇന്ന് നോക്കൂ നിങ്ങൾ സൗദി അറേബ്യ, ആ മഹാനായ ഇമാമിന്റെ പ്രാർത്ഥനയും ഇഖ്ലാസും അദ്ദേഹത്തിന്റെ ത്യാഗോജലമായ ദഅവത്തും തൗഹീദി രാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് തുടക്കം കുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആ ചരിത്രത്തിന്റെ ശകലങ്ങളിൽ നിന്ന് ചില വാചകങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ദഅവത്ത്. ഈ മഹാമനീഷിയെയാണ്, ഈ മഹാനായ പണ്ഡിത കേസരിയെയാണ്, ഷെയ്ഖുൽ ഇസ്ലാമിനെയാണ്, ഇമാമിനെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ അദ്ദേഹത്തിന്റെ ദഅവത്തിനെയും ഇസ്ലാമിന്റെ തൗഹീദിനെയും വെറുക്കുന്ന, ശിർക്കിലേക്ക് ആളുകളെ നയിക്കുന്ന പുരോഹിതവർഗം കരിവാരി തേക്കുന്നത്, അദ്ദേഹത്തെ ശപിക്കുന്നത്, അദ്ദേഹത്തിനെതിരെ ലഅനത്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിനെ കാഫിർ എന്ന് വിളിക്കുന്നത്, അദ്ദേഹത്തിനെ ജൂതൻ എന്ന് വിളിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തെ പറ്റി പിൽക്കാലക്കാരായ ഉലമാക്കൾ പറയുന്നു. എന്തായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ മാർഗം? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശം? അല്ലെ, അദ്ദേഹത്തിലേക്ക് ചേർത്ത് വഹാബികൾ എന്ന് കളിയാക്കുന്നു. 5ാം മദ്ഹബ് സ്ഥാപിച്ച പുതിയ ദീനാണ് വഹാബിയത്ത് എന്ന് പറയുന്നു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അഖീദ എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ, അഖീദത്തു സാബിഖീനൽ അവ്വലീന മിനൽ മുഹാജിരീന വൽ അൻസാർ, സ്വർഗത്തിലേക്ക് നമ്മെക്കാൾ മുൻകടന്ന മഹാനായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും മഹാന്മാരായ സ്വഹാബത്തിന്റെ അഖീദയാണ്. അഖീദത്തു റസൂലി വത്താബിഈന ലഹും ബിഇഹ്സാൻ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിനെയും അവിടുത്തെ സുന്നത്തിനെയും പിൻപറ്റുന്ന സുന്നത്തിന്റെ അഖീദയാണ്. അഖീദത്തു അഇമ്മത്തിൽ ഹുദാ, സന്മാർഗ ചരിതരായ മഹാന്മാരായ ഇമാമിങ്ങളുടെ മാർഗമാണ് അദ്ദേഹത്തിന്റെ അഖീദ. ഇമാമു അബി ഹനീഫ, അശ്ശാഫിഈ വമാലിക് وأحمد وابن عيينة والثوري وابن المبارك والبخاري والمسلم وأبو داود والنسائي والترمذي وابن ماجه رحمهم الله أجمعين. ഈ അഇമ്മത്തുകളുടെ, ഈ മുഹദ്ദിസുകളുടെ, ഈ ഇമാമുകളുടെ അഖീദയാണ് അദ്ദേഹത്തിന്റെ അഖീദ. അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെ മാന്യമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയോ അദ്ദേഹം രചിക്കുകയോ ചെയ്ത ഗ്രന്ഥങ്ങളിലോ അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിലോ എന്തെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിത്തറകൾക്കെതിരായ, ഖുർആനിനോ സുന്നത്തിനോ എതിരായ, സ്വഹാബത്തിനോ സലഫു സ്വാലിഹീങ്ങൾക്കോ എതിരായ അല്ല, ഈ പറയപ്പെട്ട ഇമാം അഇമ്മത്ത് അവരുടെ അഖീദക്കോ ആദർശത്തിനെതിരായ എന്തെങ്കിലും ഒരു ലഫ്ള് അദ്ദേഹം പറഞ്ഞതായി കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അദ്ദേഹം അവർ പറയുന്നിടത്തേക്ക് വരാം, അല്ലെങ്കിൽ അവരുടെ വാക്ക് സ്വീകരിക്കാം എന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെ അദ്ദേഹം സംസാരിക്കുന്നതായി കാണാം. അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു, അദ്ദേഹത്തിന്റെ ശത്രുക്കൾ ഷാഫി മദ്ഹബുകാരെന്ന് പറയുന്നവരുണ്ടാകാം, ഹനഫി മദ്ഹബുകാരെന്ന് പറയുന്നവരുണ്ടാകാം, ഹംബലികൾ ഉണ്ടാകാം, മാലിക്കുകൾ ഉണ്ടാകാം, അഹ്ലുൽ കലാം ഉണ്ടാകാം, സൂഫിയാക്കൾ ഉണ്ടാകാം. അവരെയെല്ലാം അവർ അംഗീകരിക്കുന്ന ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് മറുപടി കൊടുക്കുക, അതേ നാണയത്തിൽ വൈജ്ഞാനികമായി അവരെ ഖണ്ഡിക്കുക എന്നത് അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ ആദർശമായി അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, വലസ്തു വലില്ലാഹിൽ ഹംദ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, ഞാനല്ല അദ്ഉ ഇലാ മദ്ഹബിൻ സൂഫിൻ, ഒരു സൂഫി ത്വരീഖത്തിലേക്കോ മദ്ഹബിലേക്കോ നിങ്ങളെ ക്ഷണിക്കുന്നവനല്ല ഞാൻ. അദ്ദേഹം പറയാണ്, ഔ ഫഖീഹിൻ, ഏതെങ്കിലും കർമ്മശാസ്ത്ര പണ്ഡിതന്റെ മദ്ഹബിനെ അന്ധമായി അനുകരിക്കണമെന്ന് ക്ഷണിക്കുന്നവനല്ല ഞാൻ. ഔ മുതകല്ലിമിൻ, അള്ളാഹുവിന്റെ ദീനിനെ, പരിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും ബുദ്ധി കൊണ്ടും വചനശാസ്ത്രം കൊണ്ടും അതുപോലെ തന്നെ ഫിലോസഫി കൊണ്ടും വ്യാഖ്യാനിച്ചില്ലാതാക്കുന്ന തത്വശാസ്ത്രത്തിന്റെയും വചനശാസ്ത്രത്തിന്റെയും ആളുകളിലേക്ക് ക്ഷണിക്കുന്നവനല്ല ഞാൻ. നമ്മുടെ നാട്ടിലെ പുരോഹിത വർഗത്തെ കാർന്നു തിന്നുന്ന വമ്പിച്ച മഹാമാരിയാണ് ഇൽമുൽ കലാം എന്നുള്ളത്. അവരുടെ അഖീദയും അതുപോലെ തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വരെ ഈ ഇൽമുൽ കലാമിന്റെ സ്വാധീനം നമുക്ക് കാണാം ഇവിടുത്തെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ. ഞാൻ അതിന്റെ വക്താവല്ല. അദ്ദേഹം പറയാണ്, ഔ ഇമാമിൻ മിനൽ അഇമ്മത്തിൽ ലദീന ഉഅദ്ദിമുഹും മിസ്ല ഇബ്നുൽ ഖയ്യിം വഇബ്നു തൈമിയ റഹിമഹുമല്ലാഹ്, അതല്ലെങ്കിൽ ഞാൻ ആദരിക്കുന്ന ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനം അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക മേഖലയിൽ അതിന് കാരണമായിട്ടുള്ളവരാണ് മഹാനായ ഇബ്നു തൈമിയ റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലയും. ഇനി ഞാൻ ആദരിക്കുന്ന, ഞാൻ ഇൽമു സ്വീകരിച്ചിട്ടുള്ള, ഞാൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് പകർന്നെടുത്ത എൻ്റെ ഇമാമിയങ്ങളായി ഞാൻ ബഹുമാനിക്കുന്ന ഇബ്നുൽ ഖയ്യിമോ ഇബ്നു തൈമിയോ അവരെ തെളിവുകൾക്കപ്പുറത്ത് അന്ധമായി അനുകരിക്കുന്നവനോ അല്ല ഞാൻ. അവരിലേക്കുമല്ല ഞാൻ ക്ഷണിക്കുന്നത്. ഞാൻ ആദരിക്കുന്ന, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ അറിവ് നേടിയ എൻ്റെ ഇമാമിയങ്ങളിലേക്ക് നിങ്ങൾ അന്ധമായി ക്ഷണിക്കുന്നവനുമല്ല ഞാൻ. അദ്ദേഹം പറയാണ്, വദ്ദഹബി വബ്നു കസീർ, അതുപോലെ തന്നെ ഇബ്നു തൈമിയയുടെ ശിഷ്യന്മാരായ ഇമാം ദഹബിയിലേക്കോ ഇബ്നു കസീറിലേക്കോ ഒന്നും നിങ്ങൾ ക്ഷണിക്കുന്നവനല്ല ഞാൻ. മറിച്ച് ബൽ അദ്ഉ ഇലല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അവരെല്ലാവരും ക്ഷണിച്ച അല്ലാഹുവിലേക്ക് മാത്രം, ഒരു പങ്കുകാരുമില്ലാത്ത റബ്ബിലേക്ക് മാത്രമാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ പോലെ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി, ഇതാണ് എന്റെ മാർഗം. ഏതാണ് ആ മാർഗം? ഒരു സംഘടനയുടെ മാർഗമല്ല, ഏതെങ്കിലും പാർട്ടിയുടെ കുത്തകയല്ല, ഏതെങ്കിലും പ്രത്യേക നാട്ടിലെയോ രാജ്യത്തെയോ പ്രത്യേക വിഭാഗക്കാർക്ക് പരിമിതപ്പെടുന്നതല്ല. ലോകത്തെ നാനാദിക്കുകളിലെയും സകല ജനങ്ങൾക്കും നിഷ്പ്രയാസം, സങ്കുചിതത്വമില്ലാതെ സുതാര്യമായി എപ്പോഴും ഏതു കാലത്തും നടന്നെടുക്കാൻ പറ്റുന്ന അള്ളാഹുവിലേക്കുള്ള മാർഗം. ഒരു കെട്ടിക്കെടുക്കുമില്ലാത്ത, ഒരു പ്രതിബന്ധങ്ങളുമില്ലാത്ത, ഒരു വിലക്കുകളുമില്ലാത്ത വിശാല വിസ്തൃതമായ അള്ളാഹുവിലേക്കുള്ള മഹത്തായ പാത. അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, തികഞ്ഞ ഉൾക്കാഴ്ചയോടെ തെളിവുകൾ കൊണ്ട് ദൃഢബോധ്യത്തോടുകൂടി ഞാനിതാ നിങ്ങളെ ക്ഷണിക്കുന്നു. അന വമൻ ഇത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും അതേ പാതയിലേക്ക് തന്നെയാണ് ക്ഷണിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഖുർആനിലൂടെ പ്രഖ്യാപിക്കാൻ പറഞ്ഞതുപോലെ അല്ലാഹുവിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വഅദ്ഉ ഇലാ സുന്നത്തി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക്, കറകളഞ്ഞ സുന്നത്തിലേക്ക്. അലൈക്കും ബി സുന്നത്തി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ എൻ്റെ സുന്നത്തിനെ നിങ്ങൾ അണപ്പല്ലുകൾ കൊണ്ട് പിടിവിടാതെ കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞ അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് ഇതാ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അതിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ആദർശമായി പറഞ്ഞതാണിത്. എന്നിട്ടാണ് അദ്ദേഹം പുതിയ ദീന് കൊണ്ടുവന്നു. ഇതുവരെ പരിചയമില്ലാത്ത ഇസ്ലാമിന്റെ അടിത്തറകൾക്ക്, പാരമ്പര്യത്തിന് ഘടകവിരുദ്ധമായ പുത്തനാശയം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇസ്ലാമികേതര ചിന്തകളും അതുപോലെ തന്നെ തക്ഫീരി മനോഭാവങ്ങളും മുസ്ലിം ഉമ്മത്തിൽ നട്ടുപിടിപ്പിച്ചു. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പറയുന്നവർ ഒരിക്കലും, നിങ്ങൾ ശ്രദ്ധിക്കണം, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോൾ വിരളി പിടിക്കുന്ന പുരോഹിതന്മാരുണ്ട് ഇവിടെ. മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാർക്കിടയിൽ ഈ മഹാമനീഷിയെ കുറിച്ച് തെറ്റിദ്ധാരണകൾ കുത്തിവെച്ച് അവരുടെ മസ്തിഷ്കത്തിന് മാറ്റം വരുത്തിയ ഒരുപാട് പുരോഹിതന്മാർ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഉറഞ്ഞുകൊള്ളുന്നുണ്ട്. ഇവർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾ ഒന്നുകിൽ ഒരടിസ്ഥാനവുമില്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിലേക്ക് ചേർത്തി പറയാവുന്ന അദ്ദേഹത്തിന്റെ വാചകങ്ങളും അദ്ദേഹത്തിന്റെ ആദർശവും അദ്ദേഹത്തിന്റെ പ്രബോധനവും ഇന്നും പകൽ വെളിച്ചം പോലെ ഏടുകളിൽ, തൂലികകളിൽ, ഗ്രന്ഥങ്ങളിൽ, ഗ്രന്ഥശേഖരങ്ങളിൽ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. വൈജ്ഞാനികമായി സംവദിക്കുന്നവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം പറഞ്ഞൊരു മസാല, അദ്ദേഹം പറഞ്ഞ ഒരു ഫായിദ, അതല്ലെങ്കിൽ ഒരു വിധി,
അത് ദീനുൽ ഇസ്ലാമിന്റെ വിധിക്കെതിരാണ് എന്ന് തെളിവുകൾ കൊണ്ട് വൈജ്ഞാനികമായി ഖണ്ഡിക്കുകയാണ് പണ്ഡിതധർമ്മം. പക്ഷേ അദ്ദേഹത്തെ വിമർശിക്കുന്നവർ അങ്ങനെയല്ല ചെയ്യുന്നത്. കാടടച്ച് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ തൊടുത്തുവിടുന്ന ഒരഡ്രസ്സുമില്ലാത്ത വാറോലകൾ, ഊഹാപോഹങ്ങൾ, കെട്ടിച്ചമച്ച കളവുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ പറയപ്പെടുന്നത്. ഇതാ അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ ആദർശം ഇതാണ്. അള്ളാഹുലേക്കും റസൂലിലേക്കും സ്വഹാബത്തിലേക്കുമാണ് അദ്ദേഹം ക്ഷണിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന തങ്കൽബികളിൽ രേഖപ്പെടുത്തേണ്ട മഹത്തായ ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, വഅർജു അന്നി ലാ അറുദ്ദുൽ ഹഖ്ക ഇദാ അതാനി. സത്യം ആരാകട്ടെ എന്നിലേക്ക് സത്യം എത്തിച്ചു തന്നാൽ അത് സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാത്തവനായി ഞാൻ എന്നെ പ്രതീക്ഷിക്കുന്നു. ബൽ ഉശ്ഹിദുല്ലാഹ വമലായികതഹു വജമീഇ ഖൽഖിഹി. മറിച്ച് അള്ളാഹുവിനെയും അവന്റെ മലക്കുകളെയും മുഴുവൻ അള്ളാഹുവിന്റെ പടപ്പുകളെയും സാക്ഷിയാക്കി ഞാൻ പ്രഖ്യാപിക്കട്ടെ, ഇൻ അതാനാ മിൻകും കലിമതൻ മിനൽ ഹഖി. നിങ്ങളിൽ നിന്ന് സത്യത്തിന്റെ ഒരു വാചകം, ഒരു വാക്ക് നിങ്ങൾ എനിക്ക് കൊണ്ടുവന്ന് തരികയാണെങ്കിൽ ലഅഖ്ബലുഹ അലർ റഅസി വൽ ഐൻ. കണ്ണും കാതും ശിരസ്സും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ആ സത്യത്തെ പുൽകുന്നതായി നിങ്ങൾക്ക് എന്നെ കാണാം. ഇതാണ് അദ്ദേഹത്തിന്റെ ആദർശം. ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അതിനാദ്യം മനസ്സിലാക്കിയ പ്രഥമ അഭിസംബോധിതരായ സ്വഹാബത്തിന്റെയും സലഫു സാലിങ്ങളുടെയും മാതൃകയനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട ഒരു സത്യം, ഒരു കലിമത്ത് ആര് കൊണ്ടുവന്നു തന്നാലും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാനെന്ന് സ്വയം പ്രഖ്യാപിച്ച ഈ മഹാമനീഷിയെ കുറിച്ചാണ് പുത്തൻ ദീനുമായി വന്ന ജൂതച്ചാരനെന്ന് ആധുനിക കാലഘട്ടത്തിലെ അള്ളാഹുവിന്റെ ദീനിനോട് വൈജ്ഞാനികമായ യാതൊരു പ്രതിബദ്ധതയും പുലർത്താത്ത പുരോഹിതന്മാർ ഉറഞ്ഞുതുള്ളി ശബ്ദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശൈഖുൽ ഇസ്ലാമിനെ ശരിയായി വായിക്കാനും അദ്ദേഹം ക്ഷണിച്ച ഇസ്ലാമിന്റെ ശരിയായ പാതയിലേക്ക് അടുക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. സഹോദരങ്ങളെ, അദ്ദേഹം ധീരനായിരുന്നു, ഷമാലുവായിരുന്നു, പോരാളിയായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തു. വർഷങ്ങളോളം യാത്ര നടത്തിയ വൈജ്ഞാനിക യാത്രകൾ, പ്രയാസങ്ങൾ സഹിച്ച് രാജ്യാതിർത്തികൾ താണ്ടി തൗഹീദിലേക്ക് ക്ഷണിച്ച പ്രബോധന യത്നങ്ങൾ, അതിനുമപ്പുറത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദിന്റെ സ്ഥാപനത്തിനു വേണ്ടി രണാങ്കണത്തിൽ അടർക്കളത്തിൽ ജിഹാദ് ചെയ്യാനും ആ മനുഷ്യനുണ്ടായിരുന്നു എന്നതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, അതിന്റെ അനന്തരഫലമാണ് ഇന്ന് കാണുന്ന സൗദി അറേബ്യ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ആ രാജ്യത്തെ തൗഹീദിലായി നിലനിർത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 1206 അദ്ദേഹം ജനിച്ചത് ഹിജ്റ 1115 അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 1206 അപ്പോൾ എത്ര വയസ്സ് പ്രായം ഉണ്ടാവും? 91 വയസ്സ് പ്രായത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, അദ്ദേഹം മരിക്കുമ്പോൾ വലം യുഖ്ലിഫ് ദീനാറൻ വലാ ദിർഹമൻ, ഒരു ദിർഹമോ ദീനാറോ തന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി അദ്ദേഹം ബാക്കിയാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ അനന്തര സ്വത്തായി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക് വീതിക്കാൻ ഒരു ദിർഹമോ ഒരു ദീനാറോ പോലും ഉണ്ടായിട്ടില്ല നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ. മറിച്ച് എന്തായിരുന്നു അദ്ദേഹം ഏൽപ്പിച്ചു പോയ അനന്തര സ്വത്ത്? ഇതാ ഇന്നും ഈ ഗ്രന്ഥത്തിലൂടെ നമ്മൾ പകർന്നെടുക്കുന്ന ഈ അനന്തര സ്വത്ത്. ഇന്നമാ യുവരിസുൽ ഇൽം, പണ്ഡിതന്മാർ അനന്തരമേൽപ്പിക്കുന്നത് ഈ ഉമ്മത്തിന് അള്ളാഹുവിന്റെ ദീനിന്റെ വഹീന്റെ വചനാമൃതങ്ങളാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനങ്ങളാണ്. അതാണ് അദ്ദേഹം അനന്തര സ്വത്തായി ഏൽപ്പിച്ചു പോയത്. അതിന്നും മുസ്ലിം ഉമ്മത്ത് നിർബാധം പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത്. ഹിജ്റ 1206 അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഈ കിതാബു തൗഹീദ് എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തെ പറ്റി പണ്ഡിതന്മാർ ധാരാളം പുകഴ്ത്തിയതായി കാണാം. ഈ അടുത്ത കാലത്ത് ഏകദേശം 1987 മരണപ്പെട്ട മഹാനായ പണ്ഡിതൻ, മൊറോക്കയിൽ ജീവിച്ചിരുന്ന തഖിയുദ്ദീൻ ഹിലാലി എന്ന് പറയുന്ന ലോകത്തറിയപ്പെട്ട അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ തഖിയുദ്ദീൻ ഹിലാലി എന്ന പണ്ഡിതൻ അദ്ദേഹം പറയണം, കിതാബു തൗഹീദി ലാ യക്ഫി അൻ തഖറഅഹു മറത്തൻ വാഹിദ. കിതാബു തൗഹീദ് എന്ന ഈ മഹത്തായ ഗ്രന്ഥം ഒരു തവണ നിങ്ങൾ വായിച്ചു നിർത്തരുത്. ബൽ യൻബഗി അൻ തഖറഅഹു ദായിമൻ. അദ്ദേഹം ഈ പറയുന്നത് സാധാരണക്കാരോടല്ല, ദീൻ പഠിപ്പിക്കുന്ന പ്രബോധകന്മാരോടും പണ്ഡിതന്മാരോടുമുള്ള അദ്ദേഹത്തിന്റെ വസിയത്തായി അദ്ദേഹം പറയാണ്. കാരണം അദ്ദേഹം അങ്ങനെയുള്ള ആളായിരുന്നു. ഒരു തവണ നിങ്ങൾ അതിനെ വായിച്ചു നിർത്തരുത്.
മറിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നത്ര നിങ്ങൾ സദാ അതിനെ വായിച്ചുകൊണ്ടേയിരിക്കണം. കുല്ലമാ ഖതംതഹു ബദഅതഹു മിൻ ജദീദിൻ, എപ്പോഴൊക്കെ നിങ്ങൾ ഈ ഗ്രന്ഥം പൂർത്തിയായി വായിച്ചു തീർക്കുന്നുവോ അപ്പോഴൊക്കെ പുതുതായി നിങ്ങൾ വായന ആരംഭിക്കണം. കമാ അഫ്അലു അന, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ഈ കിതാബ് വായിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടോ പിന്നെ ഞാൻ വീണ്ടും ആദ്യം മുതൽ ഇതിന്റെ വായന ആരംഭിക്കും. അദ്ദേഹത്തിന്റെ കാലം മുഴുവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ലിഅന്ന الناس دائما في حاجة ഇലൈഹി, കാരണം ഈ ഗ്രന്ഥത്തിന്റെ ആവശ്യകത ജനങ്ങൾക്ക് എത്രമേൽ അനിവാര്യമാണ്. ലിയസ്തൈഖിനൽ മുവഹിദ വയസ്ദാദ റുസൂഖൻ, അവൻ മുവഹിദാണോ, ഇത് വായിക്കുന്ന ആൾ തൗഹീദുള്ളവനാണോ, തൗഹീദ് പഠിച്ചവനാണോ, അവന്റെ തൗഹീദ് വർദ്ധിക്കാൻ, തൗഹീദിൽ അവന്റെ ഉറപ്പ് വർദ്ധിക്കാൻ അത് അവനെ സഹായിക്കും. അതല്ല തൗഹീദ് അറിയാത്ത ഒരാളാണോ, വലിയർജിഅ അൽ മുശ്രിക് അൻ ശിർക്കിഹി, അവന്റെ ശിർക്കിൽ നിന്ന് ഇസ്ലാമിന്റെ തൗഹീദിലേക്ക് അവനെ നയിക്കാൻ, മടക്കിക്കൊണ്ടുവരാൻ ഈ ഗ്രന്ഥം പ്രേരിപ്പിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും മരണം വരെ അവരുടെ ജീവിതത്തിൽ ഒരു വിർദായി ഇത് വായിച്ചു കൊണ്ടേയിരിക്കണമെന്ന് മുൻഗാമികൾ ഈ ഗ്രന്ഥത്തെ പുകഴ്ത്തിയ ആധുനികരായ പണ്ഡിതന്മാരിൽ ഒരാൾ 1987 മരണപ്പെട്ട തഖിയുദ്ദീൻ ഹിലാലി റഹിമഹുല്ലയെ പോലെയുള്ളവർ പറയുന്നു. അതിനുമപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഈ മഹത്തായ ഗ്രന്ഥം, അതിനെ പുകഴ്ത്തിയ ധാരാളം പണ്ഡിതന്മാർ നമുക്ക് കാണാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബുകളുടെ പ്രത്യേകതയാണ്. ഇന്ന് നമ്മൾ ദർസ് തുടങ്ങുന്നില്ല. ഇന്ന് കിതാബിനെ പറ്റിയും ഗ്രന്ഥകാരനെ പറ്റിയും സംസാരിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച കിതാബിലേക്ക് പ്രവേശിക്കാം. ഉസൂലു സലാസയുടെ ദർസിലുണ്ടായിരുന്ന ആളുകൾക്കറിയാം എന്തായിരുന്നു ഉസൂലു സലാസയുടെ പ്രത്യേകത. ഓരോ വാചകവും അദ്ദേഹം അതിൽ കുറിക്കുമ്പോൾ ഉടനടി തെളിവോട്ട് വദ്ദലീലു ഖൗലുഹു തആല വദ്ദലീലു മിനൽ ഹദീസ്, ഖുർആനിൽ നിന്നുള്ള തെളിവ്, ഹദീസിൽ നിന്നുള്ള തെളിവ്. നമ്മുടെ ദീൻ അങ്ങനെയാണ്, തെളിവുകൾ കൊണ്ട് സമ്പന്നമാണ്. ഏതാൾക്കും എപ്പോഴും എന്തും വിളിച്ചു പറയാവുന്ന ഒരു ആധികാരികതയുമില്ലാത്ത പ്ലാറ്റ്ഫോം അല്ല ദീൻ എന്ന് പറഞ്ഞാൽ. ആർക്കും എന്തും പറയാം, എപ്പോഴും പറയാം. സ്വപ്നം കണ്ടാൽ അതും ദീൻ, ഒരാളുടെ മനസ്സിൽ തോന്നിയ തോന്നൽ അതും ദീൻ. ഇതല്ല ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു വഖാല റസൂൽ വഖാല സ്വഹാബ, അല്ലാഹും അവന്റെ റസൂലും അല്ലാഹും റസൂലും പറഞ്ഞതുപോലെ സ്വഹാബത്തും ഇങ്ങനെ മനസ്സിലാക്കി. ഇതാണ് ദീൻ. ഇങ്ങനെ തെളിവുകൾ കൊണ്ട് സമ്പന്നമാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അഖിലവും. മാത്രമല്ല ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ലളിതമായ സരളമായിട്ടുള്ള ശൈലി, കെട്ടിക്കുടുക്കുകളില്ലാത്ത അറബി, സാമാന്യം അറബി അറിയുന്ന തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ലളിതമായ അറബിയാണ്. വലിയ സാഹിത്യം തുളുമ്പുന്ന, അർത്ഥം ഗ്രഹിക്കാൻ പ്രയാസമാകുന്ന കെട്ടിക്കുടുക്കില്ലാത്ത ഭാഷാ ശൈലിയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ശൈലി. ഏതു സാധാരണക്കാരനും ദീൻ പഠിച്ചു തുടങ്ങുന്ന മതവിദ്യാർത്ഥിക്കും പണ്ഡിതനും പ്രബോധകനും ഒരുപോലെ, ചെറിയ കുട്ടികൾക്കും ചെറിയ ഇസ്ലാമിന്റെ ദീനി വിജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന മർക്കസുകളിൽ ചെറുപ്പത്തിലെ കുട്ടികളെ ഹിഫ്ലാക്കുന്ന മത്തനുകളിൽ ഒന്നാണ് ഉസൂലു സലാസയും ഖവായിദുൽ അർബഉം, അതുപോലെ തന്നെ നവാഖിദുൽ ഇസ്ലാമും പോലെയുള്ള ഷെയ്ഖുൽ ഇസ്ലാമിന്റെ റിസാലകൾ. ഖേദകരമെന്ന് പറയട്ടെ, തൗഹീദിന്റെ ആളുകളാണ് ഞങ്ങൾ, തൗഹീദിന്റെ നവോത്ഥാനം ആഘോഷിച്ചവരാണ് ഞങ്ങളാണ് ഇവിടുത്തെ തൗഹീദിന്റെ പ്രബോധക സംഘം എന്ന് അവകാശപ്പെടുന്നവരുടെ ദീനി സ്ഥാപനങ്ങളിൽ എൻ്റെ അറിവിൽ ഞാൻ പഠിച്ച കാലഘട്ടത്തിലോ പഠിച്ചതിനു മുമ്പോ കിതാബു തൗഹീദ് എന്ന വിശ്വപ്രസിദ്ധമായ അനുഗ്രഹീതമായ ഗ്രന്ഥം പൂർത്തിയായി പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവർക്ക് പോലും ഇല്ല. പള്ളിദർസുകൾ ഏതായാലും ഇല്ല, അറബിക് കോളേജുകളിൽ പോലുമില്ല എന്നത് വളരെ ഖേദകരമായ സത്യമാണ്. ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള നമുക്കറിയില്ല. ഇവിടുത്തെ ഔദ്യോഗികമായ ദീനി പഠനശാലകളിലെ അവസ്ഥയാണ് ഈ പറയുന്നത്. തൗഹീദിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരുടെ ദീനി പഠന സമ്പ്രദായങ്ങളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ലോകത്തു മുഴുവൻ സ്വീകാര്യത നൽകപ്പെട്ട ഈ മഹത്തായ ഗ്രന്ഥത്തിന് അവർ നൽകിയ സ്വീകാര്യതയുടെ വിലക്കുറവാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആനിന്റെയും അതുപോലെ തന്നെ ഹദീസുകളുടെയും തെളിവുകൾ കൊണ്ട് സമ്പന്നമാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഈ ഗ്രന്ഥത്തിൽ ഏകദേശം ഈ ഗ്രന്ഥം ഒരു 150-ലേറെ പേജുകൾ ഉണ്ടാകും. 160 അല്ലെങ്കിൽ അതിനിടയിലുള്ള പേജുകൾ ഉണ്ടാകും. അത് ഓരോ പേജിലെയും വരികളുടെ എണ്ണത്തിനനുസരിച്ച് എന്തായാലും 150-ലേറെ അതല്ലെങ്കിൽ 160-ലേറെ പേജുകളുള്ള ഈ ഗ്രന്ഥത്തെ വിശദീകരിക്കാൻ ആയിരക്കണക്കിന് പേജുകൾ, പണ്ഡിതന്മാർ ആയിരക്കണക്കിന് 10,000-കണക്കിന് പേജുകൾ ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് മുതൽ ഈ കാലഘട്ടം വരെ, നമ്മുടെ ഈ വർഷത്തിൽ വരെ അതിന്റെ വിശദീകരണങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു.
80 ആയത്തുകളാണ്. 66 അല്ലെങ്കിൽ 67 അധ്യായങ്ങളായിട്ടാണ് ഷെയ്ഖ് ഈ ഗ്രന്ഥത്തെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖിന്റെ ഈ കിതാബിന്റെ പ്രത്യേകത സ്വഹീഹുൽ ബുഖാരിയോടാണ് പണ്ഡിതന്മാർ താരതമ്യം ചെയ്യുന്നത്. സ്വഹീഹുൽ ബുഖാരിയെ അദ്ദേഹം ഇതിന്റെ തർത്തീബിന് വേണ്ടി, ഇതിന്റെ ഘടനയ്ക്ക് വേണ്ടി അവലംബിച്ചിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയുടെ സ്വാധീനമുണ്ട് ഇതിന് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഓരോ ഹദീസുകളും ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്നത് ഒരധ്യായം അതിന് പേരിടും. ഇപ്പൊ കിതാബുൽ ഈമാൻ, കിതാബു സ്വലാ, കിതാബു തഹാറ, ഇങ്ങനെ ഓരോ അധ്യായവും അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അടങ്ങുന്ന ഹദീസുകൾ അതിന്റെ താഴെ ക്രോഡീകരിക്കും. ഇങ്ങനെ വ്യത്യസ്ത അധ്യായങ്ങൾ, ഓരോ അധ്യായത്തിനും അതിന് യോജിച്ച തലക്കെട്ട് ഉൻവാൻ, ഹെഡിങ് നൽകി ആ വിഷയത്തിൽ ഒതുങ്ങുന്ന ഹദീസുകളും ആയത്തുകളും ആസാറുകളും അതിന്റെ താഴെ കൊണ്ടുവരും. ഇങ്ങനെയുള്ള 66 67 അധ്യായങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥമാണ് ഈ കിതാബ്. ഇതിൽ 80 ആയത്തുകളുണ്ട്. 80 ആയത്തുകൾ, 141 ഹദീസുകളുണ്ട്. 141 ഹദീസുകളുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആസാറുകളുണ്ട്. എന്താണ് ആസാറുകൾ എന്ന് പറഞ്ഞാൽ? ആയത്തുകളെയും ഹദീസുകളെയും വിശദീകരിച്ച സ്വഹാബത്തിന്റെയും അതിനാദ്യം കേട്ട സലഫുകളുടെയും വാക്കുകൾ, അതിനാണ് ആസാറുകൾ എന്ന് പറയാം. ധാരാളം ആസാറുകളുണ്ട്. ഇതിലെ പകുതിയിലേറെ ഹദീസുകളും സ്വഹീഹുൽ ബുഖാരിയിൽ നിന്നും സ്വഹീഹ് മുസ്ലിമിൽ നിന്നും സമാഹരിച്ചതാണ്. പകുതിയിലേറെ ഹദീസുകളും. ബാക്കിയുള്ള ഹദീസുകൾ അസ്ഹാബു സുനനിന്റെ സുനൻ തിർമിദി, സുനൻ ഇബ്നു മാജ, സുനൻ അബീ ദാവൂദ് അവരുടെ സുനനുകളിൽ നിന്ന് ക്രോഡീകരിച്ചിട്ടുള്ള കുറ്റമറ്റ ഹദീസുകൾ, അല്ലെങ്കിൽ കുറ്റമറ്റ ഹദീസുകളുടെ പദവിയിൽ ഉൾക്കൊള്ളുന്ന അതിനോടടുത്ത് വരുന്ന ഹദീസുകൾ, കെട്ടിച്ചമച്ച വാറോലകളിൽ നിങ്ങൾ കാണുകയില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ നാട്ടിൽ ദിനം പ്രതി മൗലവിമാര് സോഷ്യൽ മീഡിയയിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു അഡ്രസ്സും ഇല്ലാത്ത, ഒരു മേൽവിലാസവും ഇല്ലാത്ത, അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്തി പോലും പറയാൻ പറ്റാത്ത വാറോലകളാണ് പറയുന്നത്. മുസ്ലിം ഉമ്മത്ത് അതാണ് ദീനായി മനസ്സിലാക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് ചേർത്തി പറയാൻ പോലും നിർവാഹമില്ലാത്ത വാറോലകൾ, അത് ദീനായി ആചരിക്കുന്നവരാണ്. സ്വഹീഹായി ആധികാരികമായി സ്ഥിരപ്പെട്ട ഹദീസുകൾ കൊണ്ട് ഗ്രന്ഥം രചിച്ച ഇബ്നു അബ്ദുൽ വഹാബിനെ പുത്തൻവാദി എന്ന് ആക്ഷേപിക്കുന്നത്. എന്തൊരു വൈചിത്രമാണത്! എന്തൊരു വിരോധാഭാസമാണിത്! ഇതിലൊരു കെട്ടിച്ചമച്ച ഹദീസ് നിങ്ങൾ കാണില്ല. പണ്ഡിത ലോകം, ഹദീസ് വിശാരദന്മാർ ദുർബലമായ ഹദീസ്, തെളിവിന് കൊള്ളാത്തത് എന്ന് ഒന്നടങ്കം പറഞ്ഞ ഇജ്മാ ഉള്ളൊരു ഹദീസും നിങ്ങൾ ഇതിൽ കാണില്ല. ഇതിലുള്ളത് ആയത്തും ഹദീസും അതിനെ ആദ്യം കേട്ട് മനസ്സിലാക്കിയ സ്വഹാബത്തിന്റെയും സലഫു സ്വാലിഹങ്ങളുടെയും ആസാറുകളാണ്. അതിനപ്പുറത്ത് പണ്ഡിതന്മാരുടെ എന്തെങ്കിലും അഖ്വാലുകൾ ഉണ്ടെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹി അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമിനെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. അത് ആകത്തുക അതിന് എണ്ണിക്കഴിഞ്ഞാൽ 6, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 സ്ഥലങ്ങളിൽ മാത്രമാണ് പണ്ഡിതന്മാരുടെ അഖ്വാലുകൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും ആസാറുകളുടെയും താല്പര്യത്തിനൊത്തവർ പറഞ്ഞ കാര്യങ്ങൾ അത് വെറും 6 സ്ഥലങ്ങളിൽ മാത്രം. ഞാൻ ആവർത്തിക്കട്ടെ, 80 ആയത്തുകൾ ഇതിലുണ്ട്. 80 ആയത്തുകളിൽ നിന്നുള്ള പാഠങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാം. പരിശുദ്ധ ഖുർആനിലെ 141 ഹദീസുകളുടെ പാഠങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കുന്ന, അതിനെ വിശദീകരിക്കുന്ന സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും സലഫു സാലിഹ്ങ്ങളുടെയും ആസാറുകൾ നിങ്ങൾക്ക് ഇതിൽ കാണാം. അതിനപ്പുറത്ത് ഷെയ്ഖിന്റെ വാചകങ്ങൾ, ഓരോ അധ്യായത്തിന്റെയും അവസാനത്തിൽ അതിൽ വന്നിട്ടുള്ള ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും ആസാറുകളിൽ നിന്നുള്ള പാഠങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഷെയ്ഖിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഓരോ അധ്യായങ്ങളും ആ അധ്യായത്തിലെ ഉള്ളടക്കം, അതിന് ഹെഡിങ് ഉണ്ടാവും. ആ ഹെഡിങ്ങിന് താഴെ വരുന്ന എന്തൊക്കെ ഹദീസുകളും ആയത്തുകളും ആസാറുകളും ഉണ്ടോ അത് ഓരോന്നിങ്ങനെ എണ്ണി പറയും. എന്നിട്ട് അവസാനം ഈ ഗ്രന്ഥത്തിന്റെ മനോഹാരിതയും അതിന്റെ ക്രമവും ഘടനവും അതിൽ അത്ഭുതവും പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ കാര്യങ്ങളിലൊന്നായി നമുക്ക് മനസ്സിലാക്കാവുന്ന അവസാനം അതിൽ നിന്നുള്ള ഓരോ പാഠങ്ങളും പോയിന്റ് ഔട്ട് ചെയ്ത് 1, 2, 3 അൽഫാഇദത്തുൽ ഊല, അൽഫാഇദത്തുൽ സാനിയ, ഇങ്ങനെ എണ്ണി ഷെയ്ഖ് പറയും. അപ്പൊ മൊത്തത്തിൽ എന്താവും, ഒരു ബാബങ്ങ് വായിച്ചു തീർത്താൽ വായിക്കുന്ന അനുവാചകർക്ക് അതിലുള്ള പാഠങ്ങൾ അതെണ്ണി ക്ലിപ്തപ്പെടുത്താൻ, പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കാൻ, കുറിച്ചു വെക്കാൻ സാധിക്കും. ഇതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഘടന. ഇതാണ് ഷെയ്ഖിന്റെ കിതാബിന്റെ ലളിതമായ ശൈലിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കിതാബിന്റെ പ്രത്യേകതയെക്കുറിച്ചും നമുക്ക് പറയാനുള്ളത്. ഇനി സമയമില്ലേ കൊടുക്കാൻ? ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. സഹോദരങ്ങളെ,
നമ്മൾ പറഞ്ഞു വന്നത് കിതാബു തൗഹീദ് എന്ന ഈ മഹത്തായ ഗ്രന്ഥം, ഇതിലേതെങ്കിലും ഒരു ഹർഫ്, ഏതെങ്കിലും ഒരു വാക്ക് അള്ളാഹുവിൻ്റെ ദീനിനോ ഖുർആനിനോ സുന്നത്തിനോ മഹാന്മാരായ സ്വഹാബത്തിനോ സലഫു സ്വാലിഹീങ്ങൾക്കോ ഈ ഉമ്മത്തിൻ്റെ അനിഷേധ്യരായ ഇമാമീങ്ങൾക്കോ എതിരായ എന്തെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിൽ തെളിവുകൾ സഹിതം വൈജ്ഞാനികമായി ആരെങ്കിലും അതിനെ ഗണ്ണിക്കുകയാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. പക്ഷെ വല്ലാഹി സുമ്മ തല്ലാഹി വബില്ലാഹ്, ഇന്നേ വരെ ഒരാൾക്കും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ ശത്രുക്കൾക്കോ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെ ആക്ഷേപിക്കുന്നവർക്കോ വൈജ്ഞാനികമായ അങ്ങനെ ഒരു നിരൂപണം പോലും നടത്താൻ, ഒരു ഹർഫിൻ്റെ നിരൂപണം പോലും നടത്താൻ സാധിച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനും വായെ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ ശബ്ദിക്കാനും ആർക്കും സാധിക്കും. അതല്ലല്ലോ പണ്ഡിതധർമ്മം. അതുകൊണ്ട് അങ്ങനെ ശബ്ദിക്കുന്നവരെ നമ്മൾ കരുതിയിരിക്കണമെന്ന് എൻ്റെ സാധാരണക്കാരായ കേൾവിക്കാരെ ഞാൻ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, ഈ ഗ്രന്ഥം, ഇതിൻ്റെ പൂർണ്ണമായ നാമം കിതാബു തൗഹീദ് എന്നാണ് ഇതിന് സാമാന്യമായി നമ്മൾ പറയാമെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായ നാമം കിതാബു തൗഹീദില്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ്, അള്ളാഹുവിൻ്റെ അടിമകൾക്കുമേൽ അള്ളാഹു നിക്ഷിപ്തമാക്കിയ അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനോട് പടപ്പുകളുടെ കടമ, മഹത്തായ തൗഹീദ്, അതാണത്. അത് നിർവഹിക്കുന്ന, അത് നിറവേറ്റുന്ന, അത് വിശദീകരിക്കുന്ന മഹത്തായ ഗ്രന്ഥം എന്നാണ് ഈ കിതാബിൻ്റെ പൂർണ്ണമായ നാമം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ 20-30 പ്രായത്തിനിടയിലാണ്, 20കളിലാണ് അദ്ദേഹത്തിൻ്റെ പ്രായം, 20-നും 30-നും ഇടയിലാകുമ്പോഴാണ് അദ്ദേഹം ഇത് രചിച്ചത് എന്നതാണ് പണ്ഡിതന്മാർ ഇതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ രചനയുടെ തുടക്കത്തെപ്പറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൻ്റെ ചുറുചുറുക്കിലാണ് അദ്ദേഹം ഇത് രചിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ തൗഹീദ്, അതിൻ്റെ 3 ഇനങ്ങളും, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്, തൗഹീദിൻ്റെ 3 ഇനങ്ങളാണത്. നമ്മളത് വിശദീകരിക്കും ഇൻഷാ അല്ലാഹ് ഈ ഗ്രന്ഥത്തിലൂടെ. ഈ 3 ഇനങ്ങളും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ അദ്ദേഹം പ്രാധാന്യം നൽകിയിട്ടുള്ളത് തൗഹീദുർ റുബൂബിയ്യത്തിനോ തൗഹീദുൽ അസ്മാഇ വസിഫാത്തിനോ അല്ല, മറിച്ച് തൗഹീദുൽ ഉലൂഹിയ്യാണ്. തൗഹീദുൽ ഉലൂഹിയ്യാണ് നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ടുന്ന ഹക്ക്. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. എന്താണ് അള്ളാഹു നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ? റിസ്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു, അള്ളാഹു നമ്മെ സൃഷ്ടിക്കുന്നു, നമ്മെ പരിപാലിക്കുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൻ്റെ രക്ഷാകർതൃത്വം, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ അവൻ മാത്രമാണുള്ളത്, അവന് യാതൊരു പങ്കുകാരുമില്ല. ഇതെല്ലാവരും അംഗീകരിക്കും. സാമാന്യ മുസ്ലിമീങ്ങൾ എല്ലാവരും അംഗീകരിക്കും. അതല്ല ഇസ്ലാമിന് പുറത്തു നിൽക്കുന്ന ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നവരും അംഗീകരിക്കും. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്, പരമമായ ശക്തി, എല്ലാം കാണുന്ന ഒരാളുണ്ട് എന്നവർ പറയും. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അവിടെ തീർന്ന തൗഹീദ് ഇല്ല. ഇത് സാക്ഷാൽ മക്കാ മുശ്രിക്കുകൾ അംഗീകരിച്ചിട്ടുണ്ട്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും അബൂലഹബൊക്കെ പറയും അള്ളയാണെന്ന്. അവർ വേറെ അള്ളാഹുൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണ് നമ്മൾ മുസ്ലിയാക്കന്മാരിവിടെ പറഞ്ഞു വെക്കുന്നത്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിനെ പോലെ വേറൊരു അള്ളയുണ്ട്, അതല്ലെങ്കിൽ വേറൊരു ദൈവിക സഭയിലാണ് വിശ്വസിച്ചിരുന്നത്, അവർ നമ്മുടെ റബ്ബിലല്ല വിശ്വസിച്ചത് എന്ന് പറഞ്ഞു ധരിപ്പിക്കും. എന്തിനാണ്? അവർ ചെയ്യുന്ന ശിർക്കിനെ ന്യായീകരിക്കാനാണ്. സത്യത്തിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അവനാണ് ഖാലിഖ്, അവൻ മാത്രമാണ് എന്ന് മക്ക മുശ്രിക്കുകൾ പോലും അംഗീകരിച്ചിരുന്നു. അതാണ് തൗഹീദുർ റുബൂബിയ്യ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാക്കുക. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അത്യുത്കൃഷ്ടങ്ങളായ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അള്ളാഹു സമീആണ്, എല്ലാം കേൾക്കുന്ന സമീആണവൻ, എല്ലാം അറിയുന്ന അലീമാണവൻ, എല്ലാം കാണുന്ന ബസീറാണവൻ, എല്ലാ ശക്തിയുമുള്ള പ്രബലനായ ഖദീറാണവൻ, ഖവിയാണവൻ. അവൻ കാരുണ്യവാനാണ്, കാരുണ്യത്തിന്റെ ഉറവിടമാണ്, ശിക്ഷിക്കുന്നവനാണ്, രക്ഷിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിക്കുന്നവനാണ്, മരിപ്പിക്കുന്നവനാണ്. ഇങ്ങനെ അള്ളാഹുവിന് എണ്ണമറ്റ നാമങ്ങളുണ്ട്, വിശേഷണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് തുല്യമായ നാമങ്ങളും വിശേഷണങ്ങളുമുള്ള ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അള്ളാഹു കാണുന്ന പോലെ കാണുന്നവരുണ്ടോ? അള്ളാഹു നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞു വെക്കുകയാണ് അവിടെ മുസ്ലിം ഉമ്മത്തിനെ, പറഞ്ഞു പറ്റിക്കുകയാണ്. അള്ളാഹു ലോകം നിയന്ത്രിക്കുന്നത് പോലെ ലോകം നിയന്ത്രിക്കുന്ന ശക്തികളുണ്ട് പോലും, ഔലിയാക്കളാണ് പോലും, സി എം മടവൂരാണ് പോലും.
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ അവന്റെ വിശേഷണങ്ങൾ, അവന്റെ നാമങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് വെച്ചു കൊടുത്താൽ തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് അവർ പൊളിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അവൻ ഏകനാക്കലാണെന്ത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്, അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിൽ. ഇത് നമ്മുടെ അറിവായി, നമ്മുടെ ഉറപ്പായി, നമ്മുടെ സമ്മതമായി നമ്മുടെ കൽബിൽ വാഴേണ്ടുന്ന തൗഹീദാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇതിന് പണ്ഡിതന്മാർ പറയാറുള്ള തൗഹീദുൽ മഅരിഫത്തി വൽ ഇസ്ബാത്ത്. നമ്മൾ അറിഞ്ഞു പഠിച്ച് കൽബിൽ സ്ഥിരീകരിക്കേണ്ടുന്ന, ഒരിക്കലും ഇളക്കം തട്ടാത്ത തൗഹീദിന്റെ രണ്ടു ഭാഗങ്ങളാണിത്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാക്കുക, ഒരു സംശയം പാടില്ല, അതിൽ അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല. അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ നാമഗുണ വിശേഷണങ്ങളിൽ അവന് പേരൊത്ത, അവന് വിശേഷണമൊത്ത ഒരാളുമില്ല എന്നുറപ്പിക്കുക. ബലിഷ്ഠമായ ആദർശം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കുക, അറിഞ്ഞു വെക്കുക, പഠിച്ചു വെക്കുക, സ്ഥിരീകരിക്കുക. ഇതാണ് തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. എന്നാൽ ഇത് നമ്മുടെ അറിവിലും നമ്മുടെ വിശ്വാസത്തിലും മാത്രം പരിമിതമാകും. നമ്മുടെ അമലിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ നന്മകളിൽ, നിത്യേനയുള്ള നമ്മുടെ അമലു സ്വാലിഹാത്തുകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ ചൂഴ്ന്നു നിൽക്കുന്ന, വലയം ചെയ്യുന്ന, നമ്മൾ അല്ലാഹുവിനോടുള്ള ഹക്കായി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന തൗഹീദാണിത്, തൗഹീദുൽ ഉലൂഹിയ്യ. ശരി, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിൽ അവൻ മാത്രമാണ് എന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ, നീ തൗഹീദുർ റുബൂബിയ്യ അംഗീകരിക്കുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ മനോഹരങ്ങളായ നാമങ്ങൾക്ക് തുല്യരായി ആരുമില്ല എന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ, അവന്റെ ഉന്നതങ്ങളായ വിശേഷണങ്ങൾക്ക് സമാനരായി ഒരു പടപ്പുമില്ല നീ എന്ന് അംഗീകരിക്കുന്നുവെങ്കിൽ, ഇനി എന്താണ് നീ ചെയ്യേണ്ടത്? അവന് മാത്രം നിന്റെ ആരാധനകൾ നീ സമർപ്പിക്കുക. അവന് മാത്രം വേണ്ടി നീ നിസ്കരിക്കുന്നത് പോലെ, അവന് വേണ്ടി മാത്രം നീ ബലിയെറുക്കുന്നത് പോലെ, അവനോട് മാത്രം നീ ദുആ ചെയ്യുന്നത് പോലെ, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുന്നത് പോലെ, അവനെ മാത്രം ഭയപ്പെടുന്നത് പോലെ, അവന്റെ മുമ്പിൽ മാത്രം വിനയാന്വിതനാകുന്നത് പോലെ, അവനിൽ മാത്രം കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് പോലെ, ആരെക്കാളും അവനെ ഇഷ്ടപ്പെടുന്നത് പോലെ, ഇങ്ങനെ ആരാധനകളുടെ ഇബാദത്തിന്റെ ഏതൊരംശവും അവന് മാത്രം വകവെച്ച് നൽകുക. ഇതാണ് തൗഹീദുൽ ഉലൂഹിയ്യ. ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങളായി, നമ്മുടെ പ്രവർത്തനത്തിലൂടെ അള്ളാഹുവിനെ ഏകനാക്കേണ്ടുന്ന തൗഹീദ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മൂന്ന് തൗഹീദിന്റെയും വ്യത്യാസം മനസ്സിലായോ? ഈ മൂന്നും സമ്മേളിച്ചാലേ ഒരാളുടെ തൗഹീദ് പൂർണ്ണമാകുകയുള്ളൂ. ഈ തൗഹീദുൽ ഉലൂഹിയ്യ നമ്മുടെ ഭാഗത്ത് നിന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിനുള്ള ഹക്കായി നമ്മൾ കാഴ്ചവെക്കേണ്ടുന്ന തൗഹീദുൽ ഉലൂഹിയ്യയാണ് ഇതിൽ കാര്യമായി ഷെയ്ഖ് അൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല പരാമർശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മുടെ അമലിൽ സ്വാധീനിക്കപ്പെടുന്ന തൗഹീദ്. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥത്തിന് എന്ത് പേര് ലഭിച്ചത്? തൗഹീദുല്ലദി, കിതാബു തൗഹീദുല്ലദി ഹഖ്ഖുല്ലാഹി അലൽ അബീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകൾക്കുമേൽ അള്ളാഹു നിർബന്ധമാക്കിയ ഹക്ക് വിശദീകരിക്കുന്ന, ആ തൗഹീദ് വിശദീകരിക്കുന്ന ഗ്രന്ഥമെന്ന് ഇതിന് പേര് നൽകപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഇഖാമത്തിന് മുമ്പ് നമുക്ക് അവസാനിപ്പിക്കാം. മഹത്തായ ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, ഈ ഗ്രന്ഥം എന്ന് രചിക്കപ്പെട്ടിട്ടുണ്ടോ അന്നു മുതൽ പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഇതിനു മുമ്പോ ശേഷമോ ഇതിനു സമാനമായൊരു ഗ്രന്ഥം ഈ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലത്തെ വേറെ ഒരു ഗ്രന്ഥവും ഇല്ല എന്നല്ല പറഞ്ഞത്. ഈ വിഷയത്തിൽ, തൗഹീദുൽ ഉലൂഹിയ്യ പ്രത്യേകിച്ച് വിശദീകരിക്കുന്ന വിഷയത്തിൽ, ഇതുപോലെ ഇതിന് സമാനമായ മറ്റൊരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല എന്നതാണ്. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇത് വൈജ്ഞാനികമായൊരു സംഭാവന, കേവലം വൈജ്ഞാനികമായൊരു സംഭാവന എൻ്റെ വക ഇരിക്കട്ടെ എന്ന നിലക്ക് ഷെയ്ഖ് എന്ത് ചെയ്തതല്ല, ഷെയ്ഖിന്റെ വിജ്ഞാനം ആളുകൾക്ക് പകർത്താൻ വേണ്ടി അങ്ങനെ പരിമിതമായൊരു ലക്ഷ്യത്തിന് വേണ്ടി എഴുതിയതല്ല. മറിച്ച് ഇതിന്റെ ആവശ്യകത ജനങ്ങൾക്ക് എത്രമേൽ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ട് എഴുതിയതാണ്. ഞാൻ പറഞ്ഞു, തൗഹീദ് റുബൂബിയ്യത്തും തൗഹീദുൽ അസ്മാഇ വസിഫത്തും ഇവിടെ വ്യാപകമായി ചർച്ച ചെയ്യാറുണ്ട്. അത് നേരായ രൂപത്തിലാണെങ്കിലും അതല്ലെങ്കിൽ അതിൽ കൃത്യവിലോപം നടത്തുന്ന രൂപത്തിലാണെങ്കിലും നമ്മുടെ മതസ്ഥാപനങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ തൗഹീദുൽ ഉലൂഹിയ്യയാണ് കാലഘട്ടങ്ങളിലൂടെ, യുഗയുഗാന്തരങ്ങളിലൂടെ വിസ്മരിക്കപ്പെട്ട തൗഹീദ് എന്ന് അദ്ദേഹം അക്കാലഘട്ടത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ഗ്രന്ഥം രചിക്കാൻ നിർബന്ധിതനായത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നതായി കാണാം. അതുകൊണ്ട് ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ഈ ഗ്രന്ഥത്തെ വിശദീകരിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളിൽപ്പെട്ട സുലൈമാൻ ബിൻ അബ്ദുല്ല റഹിമഹുല്ല,
അദ്ദേഹം ഹിജറ 1233 അദ്ദേഹം പറയാണ്. 1206 ആര് മരിച്ചത്? ശൈഖുൽ ഇസ്ലാം മരിച്ചത്. ഹുവ കിതാബുൻ ഫർദുൻ ഫീ മഅനാ ലം യസ്ബിഖു ഇലൈഹി സാബിഖ് വലാ ലഹിഖഹു ഫീഹി ലാഹിഖ്. ഇത് ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ഒരേ ഒരു ഗ്രന്ഥമാണ്. അതിനു മുമ്പും ഇതിനു സമാനമായൊരു ഗ്രന്ഥം അതിനെ മുൻകടന്നിട്ടില്ല, ശേഷവും ഇതിനു സമാനമായൊരു ഗ്രന്ഥം പിന്നീട് വന്നിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ അവസ്ഥയാണ് പറഞ്ഞത്. ഇതുവരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹിജ്റ 1285 മരണപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, അപാരമായ ഗ്രന്ഥമാണിത്. മഹാനായ ശൈഖുൽ ഇസ്ലാം തൗഹീദിന്റെ തെളിവുകൾ, അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുന്ന, തൗഹീദ് മനസ്സിലാക്കാൻ ഒരാളെ സഹായിക്കുന്ന തെളിവുകളെല്ലാം ഈ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ട്. തൗഹീദ് ഒരാൾക്ക് പഠിക്കണോ, ഈ കിതാബ് അവൻ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ അവന് മതിയായ തെളിവുകൾ ഇതിലുണ്ട്. വബയ്യന ഫീഹിൽ അദില്ല ഫീ ബയാൻ ശിർക്കിൽ ലദീ ലാ യഗ്ഫിറുഹുല്ലാഹ്. തൗഹീദിനെതിരായ ശിർക്ക്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മതിയായ തെളിവുകൾ ശൈഖ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഹിജ്റ 1290 മരണപ്പെട്ട ചരിത്രകാരനായ ഇബ്നു ബിശ്ർ റഹിമഹുല്ല അദ്ദേഹം പറയാണ്, മാ വദഅൽ മുസന്നിഫൂന ഫീ ഫന്നിഹി അഹ്സന മിൻ. ഈ വിഷയത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥകർത്താക്കളും രചിക്കാത്ത വിധം മനോഹരമാണ് ഈ ഗ്രന്ഥം. ഫഇന്നഹു അഹ്സൻ ഫീഹി വഅജാദ് വബലഅൽ ഗായത വൽ മുറാദ്. ഏറ്റവും മനോഹരമായി, ഏറ്റവും ലളിതമായി, എന്നാൽ ഇതിന്റെ ലക്ഷ്യമെന്താണോ, ഉദ്ദേശമെന്താണോ അത് നിറവേറ്റുന്നതായി ഈ ഗ്രന്ഥത്തെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ഞാനിതൊക്കെ വായിച്ച് കേൾപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഗ്രന്ഥം ചില്ലറ ഗ്രന്ഥമല്ല. ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടത് മുതൽ നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർ ഇതിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ കേൾക്കുമ്പോൾ ഇത് പഠിക്കാനുള്ള ആഗ്രഹവും അഭിനിവേശവും അഭിമാനവും നമുക്കുണ്ടാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വായിക്കുന്നത്. ഹിജ്റ 1293 മരണപ്പെട്ട ഷെയ്ഖിന്റെ കുടുംബത്തിൽപ്പെട്ട ആലു ഷെയ്ഖ് കുടുംബത്തിൽപ്പെട്ട, സൗദിയിൽ ആലു ഷെയ്ഖ് എന്ന് അറിയപ്പെടുന്ന കുടുംബം ഏതാണ്? മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ പിൽക്കാലക്കാരായ അദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയിൽ വന്നവരാണ്. ആ കണ്ണിൽപ്പെട്ട മഹാനായ അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ അദ്ദേഹമാണ് ഈ ഗ്രന്ഥത്തിന് ലോകത്ത് രചിക്കപ്പെട്ട വിശദീകരണങ്ങളിൽ ഇതിന്റെ ഷറഹ്, ഇതിന്റെ എക്സ്പ്ലനേഷൻ വിശദീകരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ അറിയപ്പെട്ട മഹത്തായ പ്രസിദ്ധമായ ഷറഹ് രചിച്ച ആളാണ് അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ അൽ ഷെയ്ഖ് ഫത്ഹുൽ മജീദ് ബിശർഹി കിതാബി തൗഹീദ് എന്നതാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അദ്ദേഹം പറയാണ്, സന്നഫ കിതാബുൽ മശ്ഹൂർ ഫി തൗഹീദ്. അള്ളാഹുവിന്റെ തൗഹീദ് വിശദീകരിക്കുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. വഅലന ബിദ്ദഅവതി ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. സ്തുത്യർഹനും പ്രതാപശാലിയുമായ റബ്ബിലേക്കുള്ള ക്ഷണം പരസ്യപ്പെടുത്തുന്ന മഹത്തായ ഗ്രന്ഥം അദ്ദേഹം രചിച്ചു. വഖുരിഅ അലൈഹി ഹാദൽ കിതാബുൽ മുഫീദ്. ഈ ഗ്രന്ഥം, ഉപകാരപ്രദമായ ഗ്രന്ഥം ജനഹൃദയങ്ങളിലേക്ക് വായിച്ച് കേൾപ്പിക്കപ്പെട്ടു. വസമിഅഹു കസീറു മിമ്മൻ ലദൈഹി മൻ ത്വാലബ വമുസ്തഫീദ് വശാഅത് നസ്ഖഹു ഫിൽ ബിലാദ്. ഇതിനന്വേഷിക്കുന്ന വിജ്ഞാനദാഹികൾക്ക് ഉപകാരപ്രദമായ പാഠങ്ങൾ അവർ അതിൽ നിന്ന് കേട്ടു, പകർന്നെടുത്തു. രാജ്യങ്ങളിൽ ലോകത്തിന്റെ നാനാദിക്കുകളിലെയും മലമടക്കുകളിലും പ്രാന്തപ്രദേശങ്ങളിലും രാജ്യാതിർത്തികളും കടന്ന് ഈ കിതാബിന്റെ പ്രചാരം അത് വ്യാപിച്ചു. ഇതിനെ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ തൗഹീദ് മനസ്സിലാക്കണമെന്ന ഉദ്ദേശത്തിൽ ആരാണോ ഈ ഗ്രന്ഥവുമായി സഹവസിക്കുന്നത്, ഇതിന്റെ പഠനം ആരംഭിക്കുന്നത്, അവർ സകല തിന്മകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും സുരക്ഷിതരായി. വഖസുറ ബിഹംദില്ലാഹി മുഹിബ്ബുഹു വജുന്ദു. ഇതിന്റെ സൈനികരും ഇതിന് പ്രിയം വെക്കുന്നവരും ആ ചക്രവാളങ്ങളിൽ കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അവർ നിറഞ്ഞു കവിഞ്ഞു. അതാണ് ഈ ഗ്രന്ഥത്തിന് ലഭിച്ച സ്വീകാര്യത. ഇന്ന് സൗദിയിൽ ജീവിച്ചിരിക്കുന്ന അനേകം പണ്ഡിതന്മാർക്ക് എൻ്റെ ഈ ടേബിളുണ്ട് 1000-ലേറെ പേജുകളുള്ള ഷർഹുകളുള്ള 3 ഷർഹുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉലമാക്കളുടെ, അവർ നടത്തിയ ദർസിന്റെ ഗ്രന്ഥരൂപത്തിലാക്കിയ, എഴുത്തുരൂപത്തിലാക്കിയ 1000-ലേറെ പേജുകളുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന മക്കയിലും മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഉലമാക്കളുടെ വിശദീകരണത്തിന്റെ PDF എൻ്റെ ഈ ടേബിൾ മാത്രമുണ്ട് 3 1000-ലേറെ പേജുകളുള്ള. വർഷവും രചിക്കപ്പെടുകയാണ്. യാ സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതമാണ് നിങ്ങൾ. അദ്ദേഹം ദഅവത്ത് തുടങ്ങിയത് ഒറ്റക്കായിരുന്നു. മഹാനായ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ദഅവത്ത് തുടങ്ങിയത് ഒറ്റക്കായിരുന്നു. ഒരു മീഡിയയുമില്ല. രാജ്യങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കപ്പെട്ടു.
ഇത് പ്രചാരം നൽകാൻ വേണ്ടി യാതൊരു സന്നാഹങ്ങളോ സംവിധാനങ്ങളുമില്ല. അദ്ദേഹത്തിന്റെ ശത്രുക്കളാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കോപ്പ് കൂട്ടുന്നു. എന്നിട്ടും ഇന്ന് ഈ മസ്ജിദിൽ വരെ നമ്മൾ ഇത് സംസാരിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പൂർത്തിയാകുവോളം, ഈ പറയപ്പെട്ട തൗഹീദിന്റെ പാഠങ്ങൾ സാക്ഷാത്കരിക്കുവോളം ഇത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.